നിലമ്പൂരിൽ UDF പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ പേരുള്ള VS ജോയ് ഇപ്പോൾ മീഡിയ വണ്ടപ്പം ചേരുകയാണ്. പ്രവർത്തനങ്ങൾക്ക് ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്? നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഏത് നിമിഷം പ്രഖ്യാപിച്ചാലും അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങളൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ആത്മവിശ്വാസത്തോടെ അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നതാണ്. സ്വാഭാവികമായും ഞങ്ങൾ സംഘടനാപരമായി സജ്ജമാണ്. തിരഞ്ഞെടുപ്പ് PV അൻവറിൻ്റെ രാജി ഉണ്ടായ സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മണ്ഡലതല മീറ്റിങ്ങുകളെല്ലാം കോൺഗ്രസും മുസ്ലിം ലീഗും പരമാവധി പ്രത്യേകം നടത്തിയിരുന്നു. യോഗങ്ങളെല്ലാം നടത്തി. നിയോജകമണ്ഡല UDFൻ്റെ യോഗം 3 തവണ ചേർന്ന് അവലോകനങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിവേഗത്തിൽ നടത്തുകയാണ്. മുസ്ലിം ലീഗും ഇന്നിപ്പോൾ ജാഗ്രതാ സമ്മേളനം കഴിഞ്ഞു. എല്ലാവരും അതിവേഗം നല്ല രീതിയിൽ ഏത് നിമിഷം തിരഞ്ഞെടുപ്പ് വന്നാലും അതിനെ നേരിടുന്നതിന് വേണ്ടി പഴുതടച്ച പ്രചരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പേര് മരയുടെ ശോകത്തിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിലൊരു വ്യക്തതക്കുറവോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ? ഒരു വ്യക്തതക്കുറവില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വ്യക്തതക്കുറവില്ല. ഞങ്ങളെ സംബന്ധിച്ച് 2 പേരെ പരിഗണനയിലുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നു. CPM-നെ സംബന്ധിച്ച് 6 ഡസൻ സ്ഥാനാർത്ഥികളാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ. ഞങ്ങൾക്ക് 2 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ ഒരു പ്രയാസമില്ല. 12-10 ആളുകളിൽ നിന്ന് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചാണ് പ്രയാസം. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സുഗമമായ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയമായിരിക്കും. കാരണം 3-4 പേരുകളിൽ നിന്നൊക്കെ ഒരാളിലേക്ക് എത്താൻ ഉണ്ടായിരുന്ന പ്രയാസമൊന്നും ഇപ്പോൾ ഇല്ല. 2 പേരുകളേ ഉള്ളൂ. 6 സ്ഥാനാർത്ഥിയായിരുന്നു. ഒറ്റക്കെട്ടായി കോൺഗ്രസ് ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഐക്യ ജനാധിപത്യ മുന്നണി ആ സ്ഥാനാർത്ഥിയെ ഏറ്റെടുക്കും. വലിയ വിജയത്തോടുകൂടി നിയമസഭയിൽ ആ സ്ഥാനാർത്ഥി MLA എത്തും. ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോഴേ ഈ കോൺഗ്രസിലെ അസംതൃപ്തിയെ കൂടി പരിഗണിച്ച് ഉണ്ടാകുമെന്നുള്ള സൂചന നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? ഒരിക്കലും ഉണ്ടാവില്ല. കോൺഗ്രസിൽ നിന്ന് CPM-ന് ഒരു സ്ഥാനാർത്ഥിയും കിട്ടാൻ പോകുന്നില്ല. CPM-ന് സ്വന്തമായി സ്ഥാനാർത്ഥി ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രയാസം. CPM നേരിടുന്ന ഒരു പ്രയാസം അതാണ്. കാരണം CPM-ന്റെ സ്ഥാനാർത്ഥികൾ ആരും, നേതാക്കന്മാർ ഒരുപാടുണ്ട്, പരിഗണനാ ലിസ്റ്റ് ഒരുപാടുണ്ട്, അവരാരും മത്സരിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം കെട്ടിവെച്ച കാശ് കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരു പോരാട്ടത്തിനാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് വലിയ ഭീതി സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി ആരെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല CPM-ന്. നിലമ്പൂരിൽ ഒരു എല്ലാവർക്കും സമ്മതനായ ഒരു സ്ഥാനാർത്ഥി ആയിരിക്കും. തീർച്ചയായും എല്ലാവർക്കും സുസമ്മതനായ എല്ലാവരും, ആര് സ്ഥാനാർത്ഥിയായാലും എല്ലാവരും അംഗീകരിക്കും. ഒറ്റക്കെട്ടായി ഐക്യമുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കും. പ്രഖ്യാപിക്കാൻ അത് നേരിടാനുള്ള എല്ലാം സജ്ജാണ്. എല്ലാ പ്രവർത്തനവും സജ്ജാണ്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയം ഞങ്ങളുടെ ഒരു കോർട്ടിൽ വരുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ച് മുന്നൊരുക്കാണ്. ഞങ്ങൾ നല്ല രീതിയിൽ മനോഹരമായി ഞങ്ങളുടെ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോയാണ്. തീർച്ചയായിട്ടും അത് തന്നെ അദ്ദേഹം പറയുന്നത്. അതായത് സ്ഥാനാർത്ഥി ആരാണെങ്കിലും അവർ വിജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ UDF വിജയിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ജംഷീർ കുടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.